അസ്സലാമു അലൈക്കും ഓൾ. ഇന്ന് നമുക്ക് ദം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതും ഒരു അടിപൊളി ദം ബിരിയാണി, വൺ ഓഫ് മൈ ഫേവറേറ്റ് ബിരിയാണി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ദം ബിരിയാണിക്കകത്ത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് ആദ്യം നമുക്ക് കുറച്ച് ഒനിയൻസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഒനിയൻസ് നട്ട്സ് കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു 4 സ്പൂൺ നോർമൽ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 4 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഈ ബിരിയാണിക്കകത്ത് നമ്മൾ നെയ്യ് ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്ന ഈ എടുത്ത 4 സ്പൂണിനേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് ആദ്യമേ ഒരു 6 സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഹാഫ് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ബാക്കി നമുക്ക് അത് ദമ്മിലിടുമ്പോഴത്തേക്ക് ഇടാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ ഗാർലിക് എടുക്കണം ജിഞ്ചറിനെക്കാട്ടിൽ. അതുപോലെ പച്ചമുളക് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ഒത്തിരി എരിവ് ആർക്കും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത്രയും പച്ചമുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് കേട് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ കേട് വെച്ച് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ചിക്കൻ എടുക്കുമ്പം അതിനകത്തൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കേടിട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ ചിക്കനകത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒനിയൻ ഫ്രൈ ചെയ്യാനെടുത്തില്ല, അതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ ഓയിലിട്ടിട്ട് അതിനകത്ത് ഒരു 3-4 ഏലക്ക, 3-4 ഗ്രാമ്പു, പിന്നെ പട്ട, ബേ ലീഫും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വലിയ 2 സവാള നൈസായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അത് ഒരു വിധത്തിൽ കുറച്ച് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ ചതച്ച് വെച്ച് തന്ന ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഓനിയൻ ഫ്രൈ ചെയ്ത് ഹാഫ് എടുത്ത് മാറ്റി വെച്ചില്ലേ അതും, പിന്നെ ഒരു 3 ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ മല്ലിയില അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പുതിനയില ചേർത്തിട്ടില്ല, മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. പിന്നെ ഒരു 2 സ്പൂൺ കേർഡ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1 ടീസ്പൂൺ ഗരം മസാല ആൻഡ് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അത് വേവിക്കുന്ന സമയത്ത് നമുക്കിതിനുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഓയിലിനകത്തുനിന്ന് 1 സ്പൂൺ ഇട്ടിട്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക, ബേ ലീഫ് എല്ലാം കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിനകത്തോട് ചേർക്കണം. 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം അത് അതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം. അപ്പോൾ അതിനകത്ത് ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തതും കൂടെ അതിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല അരി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ മസാലയ്ക്കകത്തുനിന്നുള്ള 1 സ്പൂൺ ആ മസാലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇത് ചോറ് കുറച്ച് വെന്ത് വരുമ്പോഴത്തേക്കും ക്യാരറ്റും പൈനാപ്പിളും കൂടെ അരിഞ്ഞത്. അപ്പോൾ ഇതിടുമ്പം പൈനാപ്പിളും ക്യാരറ്റും കൂടി ഇങ്ങനെ അരിഞ്ഞത് ചോറിനകത്തോട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറ് കഴിക്കുന്ന ടൈമിൽ. അപ്പോൾ അത് വെച്ചിട്ട് അത് കുറച്ച് നേരം വേവാൻ വെക്കണം. ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ദം ഇടാൻ പോവുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ തേങ്ങയും നട്ട്സും കൂടെ ഫ്രൈ ചെയ്തത്. ഇതാണ് ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിടുമ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പോൾ കുറച്ച് തേങ്ങ, ഒരു 4-5 നട്ട്സും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ച് വെക്കണം. അപ്പം ദം ചെയ്യാൻ ഫസ്റ്റ് നമ്മുടെ ചിക്കൻ നമ്മൾ ഏറ്റവും താഴത്തെ ലെയറിലിട്ടു, അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന തേങ്ങ മിക്സും, പിന്നെ ഒനിയൻ ഫ്രൈ ചെയ്തത്, നട്ട്സ് കിസ്മിസ്, മല്ലിയില, പുതിനയില അരിഞ്ഞത് ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ ലെയറായിട്ടിടും. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഓയിൽ ഗീ മിക്സിൽ അതിനകത്തുനിന്ന് 1 സ്പൂൺ എടുത്ത് ഇതിന് മുകളിൽ വയ്ക്കും. പിന്നെ ഗരം മസാല
ഒരു 1 സ്പൂൺ ഗരം മസാല ഇതിനകത്തിടും. പിന്നെ കുറച്ച് പാലൊഴിക്കും. അപ്പം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും റൈസിനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ പാല് മാത്രമായിട്ടല്ല, പാലിനകത്ത് കുറച്ച് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കും. ഇപ്പോൾ എൻ്റെ ഈ കുങ്കുമപ്പൂ തീർന്നിരിക്കുമായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് പാല് മാത്രം ഒഴിച്ചത്. പിന്നെ അതിന് നെക്സ്റ്റ് ലെയർ വീണ്ടും നമ്മുടെ ചോറ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ക്യാരറ്റും പൈനാപ്പിളും എല്ലാം കൂടെ ചോറും നല്ല ടേസ്റ്റാണ് എല്ലാം കഴിയുമ്പോഴത്തേക്കും. ഇത് വീണ്ടും അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ തേങ്ങയും കാഷ്യൂം കൂടെ പൊടിച്ച ആ മിക്സും ബാക്കി എല്ലാം പുതിനയില, മല്ലിയില, ഒനിയൻ ഫ്രൈ ചെയ്തത്, നട്ട്സ്, കിസ്മിസ്, ഗരം മസാല, നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് ഇട്ടത് അതൊന്നും കൂടി ഒരു ലെയറിനകത്ത് ഇടും. പിന്നെ ഏറ്റവും മുകളിൽ ലെയറിൽ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ അതിനകത്ത് ചേർത്തിട്ട് ഇതാണ് ദം ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മുടെ മാഗി ചിക്കൻ ക്യൂബ് കുറച്ച് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു. അപ്പോൾ ചോറിന് നല്ല ഒരു സ്മെല്ലും ടേസ്റ്റായിട്ടൊക്കെ വരും. ഇതിപ്പോൾ ദമ്മിൽ ഒരു അരമണിക്കൂർ ദമ്മിലിട്ടിരുന്നതാണ്. ദമ്മിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നു. ഭയങ്കര ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്തപ്പോൾ നമ്മൾ ചിക്കനൊന്നും ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് ഈ ബിരിയാണി. ചോറാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ്, നല്ല സ്മെല്ലുണ്ട്, കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ആ ചിക്കനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. അത് മാത്രമായിട്ടെടുത്ത് നോക്കുവാണെങ്കിലൊക്കെ നല്ല ജ്യൂസിയാണ് ആ ചിക്കൻ എന്ന് പറയുന്നതിന്. അതും ഈ റൈസും കൂടെ ഭയങ്കര ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഞാൻ കുറേ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ബിരിയാണിയാണ്.